പ്ലസ് ടു കഴിഞ്ഞു, എൻട്രൻസ് എഴുതി. പക്ഷേ മെഡിസിന് വിചാരിച്ചത്ര റാങ്ക് കിട്ടിയില്ല. MBBS കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ BDS പോകുന്നത് ഒരു ആൾട്ടർനേറ്റ് ഓപ്ഷൻ ആണോ എന്നുള്ളതാണ് ചോദ്യം. പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, BDS പോയാൽ മതിയോ, MBBS കിട്ടിയില്ല എന്നുള്ളത്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഏതൊരു കാര്യത്തിലും, ഏതൊരു പ്രൊഫഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഏതൊരു കോഴ്സിലേക്ക് നമ്മൾ പോകുമ്പോഴും ചെയ്യേണ്ടുന്ന ഒന്നാമത്തെ കാര്യം ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതായത് ആ ഒരു പ്രൊഫഷനിലേക്ക് എത്തിയ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആരോടെങ്കിലും സംസാരിച്ച് നോക്കുക. കാരണം ജസ്റ്റ് ഒരു ഡോക്ടർ DR എന്നുള്ള 2 അക്ഷരങ്ങൾ പേരിൻ്റെ മുന്നിൽ എഴുതി ചേർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമായി നിങ്ങൾ BDS പോകരുത് എന്നുള്ളതാണ് ആദ്യമായി പറയാനുള്ളത്. അത്തരത്തിലുള്ള ആ ഒരു പ്രൊഫഷൻ്റെ അവസ്ഥ എന്താണ്, ഇപ്പോഴുള്ള ഒരു കറണ്ട് സിനാരിയോ എന്താണ് എന്നുള്ളത് കൃത്യമായി അന്വേഷിച്ച് അത് നിങ്ങൾക്ക് പറ്റും എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ. ഒന്നാമത് BDS പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ, ഇന്ത്യയിൽ, അതുപോലെ തന്നെ കേരളത്തിൽ പ്രത്യേകിച്ചും ഓവർ സാച്ചുറേറ്റഡ് ആണ് അതിൻ്റെ ഒരു ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. കാരണം നമ്മുടെയൊക്കെ നാട്ടിൽ നോക്കിയാൽ മതി, പിന്നെ പല ഒരു ടൗണിൽ തന്നെ ഒന്നിലേറെ അല്ലെങ്കിൽ 3, 4, 5 ക്ലിനിക്കുകൾ, ഡെൻ്റൽ ക്ലിനിക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു പ്രൊഫഷൻ ഓവർ സാച്ചുറേറ്റഡ് ആണ് ഇപ്പോൾ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ചിറങ്ങിയ ഉടനെ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി വളരെ കുറവാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം മറ്റൊരു ആളുടെ ഒരു ക്ലിനിക്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ സാലറിയിൽ നിങ്ങൾ വർക്ക് ചെയ്ത് തുടങ്ങേണ്ടി വരും. നിങ്ങളായി സ്വയം ഒരു ക്ലിനിക്ക്, അത് അത്യാവശ്യം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുള്ള ഒരു കാര്യമാണ്. ആ ഇൻവെസ്റ്റ്മെൻറ്റോട് കൂടി സ്വയം ഒരു ക്ലിനിക്ക് ഇട്ട് അത് തന്നെ അതിൽ ഒരു പേഷ്യൻ്റ് ഫ്ലോ ഒക്കെ ഉണ്ടായി വരുന്നത് വരേക്കുള്ള ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് നമ്മൾ കാണേണ്ടി വരും BDSുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി അതിൻ്റെ സിലബസിലേക്ക് കടന്നു വരികയാണെന്നുണ്ടെങ്കിൽ സിലബസ് 5.5 വർഷമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ 1 വർഷം ഹൗസ് സർജൻസിയാണ്. അപ്പം ഈ 5.5 വർഷത്തിൽ ഏകദേശം ഒരു 2.5-3 വർഷത്തോളം നമുക്ക് MBBSുമായി സിമിലർ ആയിട്ടുള്ള മെഡിസിനും അതുപോലെ തന്നെ സർജറിയും ഇതുപോലെയൊക്കെയുള്ള ഫാർമക്കോളജി, ഫിസിയോളജി, പിന്നെ അതുപോലെയുള്ള MBBSന് പഠിക്കുന്ന അതേപോലെയുള്ള എന്നാൽ കുറച്ച് വിഷയങ്ങളിൽ, കുറച്ച് ഭാഗങ്ങളിൽ വാട്ടർ ഡൗൺ ചെയ്തിട്ടുള്ള ഒരു സിലബസാണ് നമുക്ക് BDSന് പഠിക്കാനുള്ളത്. അപ്പോൾ സിലബസ് അത്യാവശ്യം നന്നായി പഠിക്കാനുള്ള ഒരു സിലബസ് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ കൂടെ ഈ വിഷയങ്ങളെല്ലാം പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഫസ്റ്റ് ഇയർ തൊട്ട് തന്നെ നമ്മൾ സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി അത്യാവശ്യം നല്ല രൂപത്തിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. നമ്മുടെ സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. കാർവ് ചെയ്യുക, അതേപോലെ തന്നെ നമുക്കറിയാം ഒരു ഡെൻറ്റിസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പൊതുവേ പറയാറുണ്ട് ഡോക്ടർ പ്ലസ് ആർട്ടിസ്റ്റ് എന്ന് പറയാറുണ്ട് അല്ലേ. ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു കരവിരുത് കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നേടിയെടുക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നല്ലൊരു ഡെൻറ്റിസ്റ്റായി നമുക്ക് മാറാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, കൃത്യമായി അത് നമ്മൾ അതിന് ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ അറ്റ് ദ എൻഡ് നമുക്ക് നല്ലൊരു ഡെൻറ്റിസ്റ്റായി മാറാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇതിനുള്ളൊരു പ്രശ്നം. അപ്പോൾ അതേപോലെ തന്നെ ഇതിൽ ഏത് കോളേജിൽ പോകണം, അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു ഡെൻറ്റിസ്റ്റ് ആവുക എന്ന ഉദ്ദേശത്തോടു കൂടി ഏതെങ്കിലും ഒരു കോളേജിൽ പോയി ചേരുക എന്നുള്ളത് ഒരിക്കലും നല്ല ഒരു ഡിസിഷനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. കാരണം പ്രൈവറ്റ് കോളേജുകളിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ ലക്ഷങ്ങളാണ് നമ്മൾ അതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആ ലക്ഷങ്ങൾ കൊടുത്ത് നമ്മുടെ 5.5 വർഷവും ചെലവഴിച്ച് നമ്മൾ പുറത്തിറങ്ങാൻ മാത്രം വേർത്ത് ആണോ എന്ന് ചോദിച്ചാൽ അതൊന്നുകൂടി റീതിങ്ക് ചെയ്യണം എന്നാണ് പറയാനുള്ളത്. കാരണം അത്രത്തോളം വേർത്തായി ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല. പ്രത്യേകിച്ചും നിങ്ങൾ നാട്ടിൽ നിൽക്കുകയാണെങ്കിൽ അത്രത്തോളം വേർത്ത് ആവില്ല. അതുകൊണ്ട് ഗവൺമെൻറ്റിലൊരു സീറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി ഫാക്ടേഴ്സ് കൂടി പരിഗണിച്ചുകൊണ്ട് നിങ്ങൾക്ക് BDSന് പോകുന്ന കാര്യം ആലോചിക്കാവുന്നതാണ്. പക്ഷേ അത്രത്തോളം ഫീസ് ലക്ഷങ്ങൾ കൊടുത്തുകൊണ്ട് നിങ്ങൾ ഒരു സീറ്റ് നേടുക എന്നുള്ളത് അത്ര നല്ലൊരു വൈസ് ഓപ്ഷൻ ആയിരിക്കില്ല. പ്രത്യേകിച്ചും പല പ്രൈവറ്റ് ഡെൻ്റൽ കോളേജുകളിലും ഫെസിലിറ്റീസ് കുറവാണ്. അതുപോലെ തന്നെ പേഷ്യൻ്റ് ഫ്ലോ വളരെ കുറവാണ്. ഇപ്പോൾ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഹൗസ് സർജൻസ് പേഷ്യൻസിന് വേണ്ടി അങ്ങോട്ട് ഓടിപ്പോകുന്ന ഒരവസ്ഥ, ആളുകളെ ചാക്കിട്ട് പിടിക്കാൻ ശ്രമിക്കുന്ന അവസ്ഥ, ആ ഒരു രൂപത്തിലേക്കടക്കം പല കോളേജുകളിലും പോകുന്നുണ്ട്. ജനറലൈസ് ചെയ്ത് പറയല്ല, പലപ്പോഴും അതാണ് അവസ്ഥ. അപ്പോൾ പ്രൈവറ്റ് കോളേജുകളിൽ ഇത്രയും ഹ്യൂജ് മണി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പഠിക്കാൻ മാത്രം, എന്നിട്ട് അതിന് മാത്രം ഒരു വേർത്ത് നമ്മുടെ കരിയറിൽ ഉണ്ടാവുമോ എന്നുള്ളത് ഒരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അതുകൊണ്ട് അത്തരം ഓപ്ഷനെക്കുറിച്ച് അതിലേക്ക് പോകുന്നതിന് മുമ്പ് വളരെയധികം ചിന്തിക്കുകയും ആളുകളോട് സംസാരിച്ചതിന് ശേഷം മാത്രം അത്തരമൊരു ഡിസിഷൻ എടുക്കുക. അതേപോലെ തന്നെ അബ്രോഡുള്ള ഒരു പോസിബിലിറ്റീസ്, അത് പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. ഇവിടെയുള്ള സാച്ചുറേഷൻ പറയുമ്പോൾ പക്ഷേ കുറച്ചുകൂടിയൊക്കെ ഒരു PG ഒക്കെ ഉണ്ടെങ്കിലാണ്, MDS ഒക്കെ ഉണ്ടെങ്കിലാണ് അബ്രോഡ് നമുക്ക് കൂടുതൽ പോസിബിലിറ്റീസ് ഉള്ളത്. അങ്ങനെ പഠിച്ച് UG കഴിഞ്ഞ് MDSും എടുത്ത് ആ രൂപത്തിലേക്കൊക്കെ പോകാനുള്ളൊരു പ്ലാനും അത്തരത്തിലൊരു കരിയർ പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും അതിനെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ്. പക്ഷേ ജസ്റ്റ് ഒരു ഡോക്ടറായി, ഒരു UG ഡോക്ടറായി BDSകാരനായി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതും അതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം അത്തരമൊരു കാര്യത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. അതോടൊപ്പം പറയാനുള്ളത്, നിങ്ങളുടെ മക്കൾ 6 മുതൽ 10 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന എയിംസ്, അതുപോലെ തന്നെ ജിപ്മർ, IITകൾ, NITകൾ പോലെയുള്ള ഇന്ത്യയിലെ ഏറ്റവും മികച്ച
പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ എക്സാം ബൈ ലേണിംഗ് അവർക്ക് വേണ്ടി ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. അതായത് 6 മുതൽ 10 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവർ സ്കൂളിൽ പഠിക്കുന്ന സയൻസ് ആൻഡ് മാത്സ് തന്നെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിക്കൊണ്ട് IITകളെയും NITകളെയും അല്ലെങ്കിൽ എൻട്രൻസുകളെയും ഓറിയൻറ്റ് ചെയ്തുകൊണ്ട് മൾട്ടിപ്പിൾ ചോയ്സ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ ഇൻട്രസ്റ്റ് താഴെയുള്ള ലിങ്ക് വഴി അറിയിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഇതുപോലെയുള്ള കരിയർ കണക്റ്റ് വീഡിയോകളിൽ നമ്മൾ ഇനി എന്തൊക്കെ വിഷയങ്ങളാണ് ഡിസ്കസ് ചെയ്യേണ്ടത്, ഏതൊക്കെ കരിയറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യേണ്ടത് എന്നുള്ള നിങ്ങളുടെ സജഷൻസ് നമ്മുടെ കരിയർ കണക്റ്റ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ അംഗമായി അതിൽ നിങ്ങൾ അറിയിക്കണം എന്നുള്ളത് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഓക്കെ, താങ്ക് യു.